കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. നാരായണം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും നാം ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നത് ഒരു ലളിതമായ കാര്യമാണ്. നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല. നന്മയും തിന്മയും നാം ക്ഷണിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഒരു തെറ്റും ചെയ്യാതെ ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് ജീവിച്ചിട്ടും എനിക്കെന്താണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരുന്നതെന്ന്? ചിലപ്പോഴൊക്കെ നല്ലത് ചെയ്താലും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരാറില്ലേ? ഇവിടെയാണ് കർമ്മഫലം എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും ഒരു വിത്ത് പോലെയാണ്. അത് ഇന്ന് ഫലം തന്നില്ലെങ്കിലും നാളെ അതിൻ്റെ ഫലം തീർച്ചയായും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നിങ്ങൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്ന തിരിച്ചറിവിലാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായത്. മഹാഭാരത യുദ്ധത്തിൽ തളർന്നിരുന്ന അർജുനനോട് ഭഗവാൻ പറയുന്നു, അർജുന, യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. അതിൻ്റെ ഫലം ലാഭമോ നഷ്ടമോ ജയമോ തോൽവിയോ എന്നൊന്നും നീ ഓർക്കരുത്. വിഷമഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നാം. എന്നാൽ ആ സമയത്തും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അർജുനനോ പാഞ്ചാലിയോ കുചേലനോ ഒക്കെ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ രക്ഷയ്ക്കെത്തൂ എന്ന് വിചാരിക്കരുതേ. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചെയ്യുന്ന പ്രാർത്ഥനകളും ഒന്നും ഒരിക്കലും വെറുതെ ആവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഞാൻ നിൻ ചാരത്തില്ലെന്നു തോന്നാം, ഞാൻ നിൻ വാക്കുകൾ കേൾക്കുന്നില്ലെന്നും തോന്നാം, പക്ഷേ നിൻ നിഴലായി ഞാനുണ്ട് കൂടെ. കണ്ണടച്ചൊന്നു നീ ഉള്ളിൽ തിരഞ്ഞാൽ. കൃഷ്ണൻ കൂടെയില്ല എന്ന് തോന്നുമ്പോൾ ശ്രദ്ധിക്കുക. യാദൃശ്ചികമായി കേൾക്കുന്ന ഒരു ഭക്തിഗാനമായോ അപരിചിതർ തരുന്ന ഒരു പുഞ്ചിരിയായോ ഒരു കുളിർക്കാറ്റായോ ഒക്കെ കണ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ജീവിതം എന്തുമാകട്ടെ, ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുക. ഭഗവാനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടുക. ഏത് പ്രതിസന്ധിയിലും ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോകുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൃഷ്ണതത്വവുമായി കാണാം. ഹരേ കൃഷ്ണ.